സമയത്ത് ഈ മണിക്കൂറിൽ കേരളം അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു വിഷയം വേറെ ഒന്നായിരുന്നു. അതായത് ഇന്ന് വരുന്ന വാർത്തകളനുസരിച്ച് ഈ രാജ്യത്തെമ്പാടും ഈ ക്രൈസ്തവർക്കെതിരെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രയും ക്രിസ്ത്യാനികളെ വേട്ടയാടപ്പെട്ട, ക്രിസ്മസ് വേട്ടയാടപ്പെട്ട, ക്രിസ്മസ് ആഘോഷങ്ങളെ അലങ്കോലമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം കേരളം ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്നെ ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ, ഈ സമയത്ത് കേക്കൊക്കെ ആയിട്ട് അരമനയിലേക്കും മഠത്തിലേക്കും ഒക്കെ വരുന്ന ആർഎസ്കാരെയും സംഘപരിവാറുകാരെയും അടിച്ചോടിക്കണമെന്ന് പറയുന്ന സംസ്കാരം എൻ്റെ യോജിക്കാത്തതുകൊണ്ട് അവരെ ആട്ടിപ്പായിക്കാൻ തയ്യാറാവണം. കാരണം രാജ്യത്തെമ്പാടുമുള്ള ക്രൈസ്തവരെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും ഒരു കരുണയുമില്ലാതെ വേട്ടയാടുന്നതിന് എല്ലാ പിന്തുണയും നൽകുന്നത് കേന്ദ്ര സർക്കാരും സംഘപരിവാറും RSSും പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും ചിന്തയുമാണ്. അതും മനസ്സിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ അരമന കയറി ഇറങ്ങുന്നത് എന്ന് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണം. ആ കാര്യമാണ് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ സംഘടനാപരമായ ഒരു വേദിയിലും സംഘടനാപരമായ രീതിയിലും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അപ്രോപ്രിയേറ്റ്. അതല്ലാതെ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും എന്നെ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിയാം കോൺഗ്രസ്സിനകത്ത് ഒരു വനിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് KSU കാലഘട്ടം മുതൽ, KSU കാലഘട്ടം എന്ന് പറയുമ്പോൾ 16-17 വയസ്സാണല്ലോ, അതായത് ടീനേജ് പ്രായം മുതൽ ഒരുപക്ഷെ യുവത്വം കഴിഞ്ഞ് 19 വയസ്സ് വരെ ഫുൾ ടൈം സജീവമായി രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, സംഘടനാ രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്തു വന്നാലും ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ്. അത് സാധാരണ ഞങ്ങൾ പോലെയല്ല. സ്ത്രീകൾ നിൽക്കുമ്പോൾ അവരൊക്കെ ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി ഒക്കെ സഹിച്ചാണ് ആ കടമ്പ കടന്നു പോരും. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നിരയിൽ പ്രവർത്തിച്ച ആളാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ദീപ്തി മേരി വർഗീസ്. അതുപോലെ ഞങ്ങൾക്ക് കുറച്ചധികം, ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പമുള്ള വനിതാ നേതാക്കൾ ഈ പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ദീപ്തി മേരി വർഗീസ്, ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫൈറ്റർ കാറ്റഗറി വരുന്നവരാണ്. അവരോടൊക്കെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകർക്കൊരു വികാരമുണ്ട്. അപ്പോൾ സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അറിയാത്തവരല്ലല്ലോ നേതാക്കന്മാരാരും. അപ്പോൾ ഈ തവണ ഞാൻ സംസാരിക്കുന്നപ്പോൾ KPCയുടെ ഒരു നോംസിനകത്ത് നിന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. KPCC ഈ തവണ നോംസ് കൊടുത്തപ്പോൾ പാർട്ടിയുടെ സുപ്രധാനമായ സംഘടനാ പദവികൾ അലങ്കരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ ഇതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന് ഈ പാർട്ടിയുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സമരങ്ങളിലും അല്ലെങ്കിൽ ലാത്തിചാർജുകളിലും ഒക്കെ നിന്ന് വരുന്നവർക്ക് ഇതുപോലുള്ള കാര്യം പാർലമെൻ്ററി രംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് അത് എഴുതിയത്. അങ്ങനെ നോക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന, മേള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന, KSUവിൻ്റെ നേതാവായിരുന്ന, അതിദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതാ വ്യക്തിത്വം എന്ന നിലയിൽ ദീപ്തി ഒരു പരിഗണന സ്വാഭാവികം. ഞങ്ങൾ മാത്രമല്ല, പാർട്ടിക്കകത്ത് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയൊരു താല്പര്യവും ഇഷ്ടമൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പരിഗണിക്കപ്പെടുമെന്നാണ് ഞാനും കരുതിയിരുന്നത്. അപ്പോൾ അത് ഇല്ല എന്നൊരു കാര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പൊതുനിരാശ. അപ്പം ഞാനും പലവട്ടം ഈ സമാനമായ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് അവർക്കൊരു ഐക്യദാർഢ്യ നിലയിലാണ് ഞാൻ പറഞ്ഞത്, ഒരു വാതിലടയുമ്പോൾ പല രാഷ്ട്രീയം അങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ ഒരാളെ എക്കാലത്തേക്ക് ആരെയും മാറ്റി നിർത്താൻ സാധിക്കില്ല.
എന്നോട് ബഹുമാനായ ശ്രീ കെ സുധാകരൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നിൻ്റെ പൊളിറ്റിക്സിലെ അധ്വാനം ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതെ പോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ മാതിരി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുണ്ട്, അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള സാധ്യത. കൗൺസിലർമാരുടെ എണ്ണമാണ് പറയുന്ന ഒരു പിന്നിലായി പോയതുകൊണ്ടാണ് ദീപ്തി ഒഴിവാക്കപ്പെട്ടതെന്നുള്ളതാണ് DCC അടക്കം വിശദീകരിക്കുന്നത്. അതൊരു പുതിയ മാനദണ്ഡമായി പാർട്ടിയിലേക്ക് വരികയാണ്. അല്ല, ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ്. ഞാൻ പാർട്ടി ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ നിലപാടിനെയോ ചോദ്യം ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് അല്ല, ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പാർട്ടിയിലെയും പാർലമെൻ്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെയൊരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. പാർട്ടിക്കകത്ത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സംഘടനാ രംഗത്താണെങ്കിലും പാർലമെൻ്ററി രംഗത്താണെങ്കിലും ഭൂരിപക്ഷാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളല്ല എപ്പോഴും എടുത്തത്. അത് പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തെ പ്രതി പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു പൊതുവികാരം മാനിച്ച് ഒരു പൊതു അഭിപ്രായ ഐക്യത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണെന്ന് വരുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്.